ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാട ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ഈ കാട ഫ്രൈ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കാട എടുത്തിട്ടുണ്ട്. ഞാനൊരു 6 കാടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതിൽ നമ്മൾ തേച്ച് കൊടുക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സെൻട്രലായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സിയിൽ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഇച്ചിരി അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചെറുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സവാളയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, വലിയ ജീരകം. അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാരങ്ങയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഫുൾ നാരങ്ങ ഫുള്ളതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് പകരം നാരങ്ങ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകൊന്ന് ക്രഷ് ചെയ്തത് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരച്ചെടുത്ത മസാല ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കാട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ആ മസാലയ്ക്ക് എല്ലാവിടെയും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ കാടയുടെ ഉള്ളിലും അതുപോലെ തന്നെ എല്ലാ സൈഡിലും ആ മസാല ആവുന്ന രീതിയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാടയുടെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ മസാല ആക്കി എടുക്കാൻ നോക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം. കാരണം ആ മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാട ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കാട ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കാട നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ കാടയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കരുത്. ഓയിലും ചൂടായി കഴിഞ്ഞതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ആ ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളകും ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് അപ്പം തന്നെ കോരി എടുക്കുക. അപ്പോൾ ഈ വറുത്തത് നമ്മുടെ കാടയുടെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കാട ഫ്രൈ ആണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്